ഇതേ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണേ. കാണുമ്പോഴേ അറിയാമല്ലോ അല്ലേ, പഴം വെച്ചിട്ടാണ്. ഇതിന് ശരിക്കും ഭയങ്കര വൈറലായ ഒരു വീഡിയോ ഉണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ്. സ്പൂൺ പഴംപൊരി എന്നാണ് ഇതറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ, സ്പൂൺ പഴംപൊരിയെന്നേ. അതിന് ഞാൻ 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ട് 2 അല്ല 3 ഏത്തപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്കൊരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമേ. ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം. നല്ല പഴുത്ത പഴമായിരിക്കണേ, നല്ലപോലെ പഴുത്ത പഴമാണെങ്കിലേ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അങ്ങ് ഉടച്ചെടുക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര, ആ പഞ്ചസാര പൊടിച്ചപ്പം അതിലേക്ക് ഒരു 4-5 ഏലക്കയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ട് പൊടിച്ച പഞ്ചസാരയാണ്. ഒരു നുള്ള് ഉപ്പ്, ഇത്രയും സാധനം ചേർത്തു. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വേണം ബാക്കി പൊടികളൊക്കെ ചേർക്കാനായിട്ട്. അതായത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടുണ്ടല്ലോ കുറച്ച് പാലൊഴിച്ച്, ഒരു 1/4 കപ്പ് മിച്ചം, 1/2 കപ്പില്ല, അത് പാലൊഴിച്ച് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ല ആ സ്പൂൺ വെച്ച് കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദയും ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തു. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മൈദയും. ഇപ്പോൾ മൈദയാണ് ചേർത്തത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിപ്പൊടി ചേർക്കാം. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു സ്പൂണോളം ശർക്കരപ്പൊടിയും ചേർത്തിട്ടുണ്ട്, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ശർക്കരപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ഓൾറെഡി ചേർത്തതാണ്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു സ്പൂൺ ശർക്കര ചേർത്തത് കേട്ടോ. അപ്പോൾ അത് അരിപ്പൊടി ചേർത്തു, 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ആയെന്ന് വെച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. അതിൻ്റെ ആ ലൂസ്, ആ മാവിൻ്റെ ലൂസൊക്കെ അനുസരിച്ചിട്ട് ചേർത്തോളൂ ആ പൊടി കേട്ടോ. അപ്പോൾ ആ പൊടിയുടെ പാകം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആയിരിക്കണം എന്ന് മാത്രം പാകം. ഇനിയിപ്പോൾ കട്ടിയായി പോയെങ്കിൽ സ്വല്പം പാലോടി ഒഴിച്ചങ്ങ് ആ ഒരു ലൂസ് പാകത്തിനാക്കിക്കോളുക കേട്ടോ. അപ്പോൾ അത് ആ ശർക്കരയുടെ പൊടിയും ചേർത്തു. നല്ലൊരു സ്നാക്കാണേ, വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കാൻ. ഇപ്പോൾ അത് നല്ല മഴയൊക്കെയാണ്, ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, മിക്സ് ചെയ്തിട്ടുണ്ടേ, നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിനാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അതിനനുസരിച്ചിട്ട് പാലും പൊടികളും ഒക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാം. പിന്നെ ഞാൻ ചേർത്തു ഇത്തിരി ജീരകവും കുറച്ച് എള്ളും കൂടെ ചേർത്തേ. നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകവും കുറച്ച് എള്ളും കൂടെ ചേർത്ത് കേട്ടോ. അത് രണ്ടും കൂടെ ചേർത്തിട്ട് ചുമ്മാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ, വേറൊന്നുമല്ല. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ നല്ല ചൂടാകണം എണ്ണ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലേ പെട്ടെന്നങ്ങ് ചുറ്റും ശർക്കര ചേർത്തല്ലേ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും, അന്ന് ഡാർക്ക് ബ്രൗൺ ആയി പോകും. അപ്പോൾ ഒരു നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ സ്പൂണിന് കോരി ഒഴിക്കുക. ഇങ്ങനെ സ്പൂണിന് കോരി ഒഴിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പേര് സ്പൂൺ പഴംപൊരിയെന്ന് കേട്ടോ. ഏത്തപ്പഴമാണല്ലോ, മാവും എല്ലാം മൈദയും എല്ലാം ചേർത്തതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടോളൂ. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് അത് നല്ല പാകത്തിന് വെന്ത് വരണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കല്, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കറുത്ത് പോകും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക, 2 സൈഡും പതുക്കെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് നല്ല പഴംപൊരി ആണ്, ശരിക്കും പറഞ്ഞാൽ സ്പൂൺ പഴംപൊരിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാവേ. എന്താ പറയുക, ചായ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, മാക്സിമം 10 മിനിറ്റ് അത്രേ വേണ്ടൂ. അതിനുള്ളിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കിയെടുക്കാം. ചായ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക സ്പൂൺ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. ബൈ ബൈ.
എന്നാലിനിപ്പോ 1 2 3 4 5. ആ ചേച്ചി പഠിച്ചതാണോ? അത് കണക്ക് കൂട്ടാ, ബുക്കിൽ എഴുതാൻ അറിയോ? 1 2 3 4 5.